ഇത് തൊഴിൽ വാർത്തയിലെ ഒരു പേജാണ് കേട്ടോ. എപ്പോഴും ചോദിക്കാനൊക്കെ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്തുണ്ട് 10th ലെവലിന്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന വാസ്കോഡ ഗാമയുടെ മരണം ഏത് വർഷത്തിലായിരുന്നു? വാസ്കോഡ ഗാമയുടെ മരണം ഏത് വർഷത്തിലായിരുന്നു? 1524 വാസ്കോഡ ഗാമ മരിക്കുന്നത്. കബ്രാൾ കൊച്ചിയിൽ വന്ന സമയത്ത് കൊച്ചിയിലെ രാജാവ് ആരായിരുന്നു? നമ്മുടെ പെട്രോ അൽവാരസ് കബ്രാളാണ്. അദ്ദേഹം കൊച്ചിയിൽ വന്ന സമയത്ത് കൊച്ചി രാജാവ് ആരായിരുന്നു? ഉണ്ണിരാമക്കോയിൻ തമ്പുരാൻ ഒന്നാമനായിരുന്നു. ഉണ്ണിരാമക്കോയിൻ തമ്പുരാൻ ഒന്നാമൻ. അടുത്ത, പോർച്ചുഗീസ് ഇന്ത്യയിൽ എത്തിയ ശേഷം എത്ര വർഷം കഴിഞ്ഞാണ് ഡച്ചുകാരെത്തിയത്? പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഡച്ചുകാർ ഇന്ത്യയിൽ എത്തിയ? 106 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ഡച്ചുകാർ വന്നത്. കേരളക്കരയിൽ പരാജിതരായ ഡച്ചുകാരിൽ നിന്ന് അവരുടെ ആധിപത്യത്തിലുള്ള പ്രദേശങ്ങൾ ലഭിച്ചത് ആർക്കാണ്? കേരളക്കരയിൽ പരാജിതരായ ഡച്ചുകാരിൽ നിന്ന് അവരുടെ ആധിപത്യത്തിലുള്ള പ്രദേശങ്ങൾ ലഭിച്ചത് ഇംഗ്ലീഷുകാർക്കായിരുന്നു. ആരുടെ നേതൃത്വത്തിലുള്ള മാഹി മഹാജന സഭയുടെ പ്രവർത്തനങ്ങളാണ് മാഹിയിലെ ഫ്രഞ്ച് ഭരണം അവസാനിപ്പിച്ചത്? അപ്പോൾ കേരളക്കരയിൽ പരാജിതരായിട്ടുള്ള ഡച്ചുകാരിൽ നിന്ന് അവരുടെ ആധിപത്യത്തിലുള്ള പ്രദേശങ്ങൾ ലഭിച്ചത് ആർക്കായിരുന്നു? ഇംഗ്ലീഷുകാർക്കായിരുന്നു. ആരുടെ നേതൃത്വത്തിലുള്ള മാഹി മഹാജന സഭയുടെ പ്രവർത്തനങ്ങളാണ് മാഹിയിലെ ഫ്രഞ്ച് ഭരണം അവസാനിപ്പിച്ചത്? IK കുമാരൻ മാസ്റ്ററുടെ പ്രവർത്തനമായിരുന്നു. ഏത് രാജാവിൻ്റെ കാലത്താണ് രാമയ്യൻ തിരുവിതാംകൂർ ദളവയായിരുന്നത്? ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു രാമയ്യൻ തിരുവിതാംകൂർ ഗവർണറായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആരുടെയാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലായിരുന്നു രാമയ്യൻ തിരുവിതാംകൂർ ദളവയായിരുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തിലായിരുന്നു. റീജന്റ് പൂർണ്ണാധികാരങ്ങളുടെ റാണി എന്നീ പ്രത്യേകതകളോടെ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിത. റീജന്റ് പൂർണ്ണ അധികാരങ്ങളുള്ള റാണി എന്നീ പ്രത്യേകതകളോടെ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതയാണ് റാണി ലക്ഷ്മി ഭായ് എന്ന് പറയുന്നത്. ഗൗരി ലക്ഷ്മി ഭായ്. തിരുനാവായ യുദ്ധത്തിൽ സാമൂതിരി ജയിച്ചതോടെ വന്നേരിയിൽ നിന്ന് കൊച്ചി രാജാവിൻ്റെ ആസ്ഥാനം എവിടേക്കാണ് മാറ്റിയത്? ഏതാണ്? കൊടുങ്ങല്ലൂരിലോട്ടാണ് മാറ്റിയത്. കൊടുങ്ങല്ലൂർ. അപ്പോൾ റീജന്റ് പൂർണ്ണാധികാരങ്ങളുടെ റാണി എന്ന പ്രത്യേകതകളോടെ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതയാണ് ഗൗരി ലക്ഷ്മി ഭായ്. തിരുനാവായ യുദ്ധത്തിൽ സാമൂതിരി ജയിച്ചതോടെ വന്നേരിയിൽ നിന്ന് കൊച്ചി രാജാവിൻ്റെ ആസ്ഥാനം എവിടോട്ടാണ് മാറ്റിയത്? കൊടുങ്ങല്ലൂരോട്ട്. ഏത് സംഘടനയാണ് വേദബന്ധു പ്രവർത്തിച്ചത്? R വെങ്കിടാചലയ്യർ പ്രവർത്തിച്ചത്. അതായത് ഏത് സംഘടനയിലാണ് വേദബന്ധു പ്രവർത്തിച്ചത്? R വെങ്കിടാചലം അയ്യർ. ആര്യസമാജം. അപ്പോൾ തിരുനാവായ യുദ്ധത്തിൽ സാമൂതിരി ജയിച്ചതോടെ വന്നേരിയിൽ നിന്ന് കൊച്ചി രാജാവിൻ്റെ ആസ്ഥാനം എവിടെയോട്ടാണ് മാറ്റിയത്? കൊടുങ്ങല്ലൂരോട്ടാണ് മാറ്റിയത്. ഏത് സംഘടനയിലാണ് വേദബന്ധു അയ്യർ പ്രവർത്തിച്ചത്? വേദബന്ധു. R വെങ്കടാചലം അയ്യർ പ്രവർത്തിച്ചത് ഏത് സംഘടനയിലാണ്? ആര്യസമാജം. ബോട്ട് യാത്രയ്ക്കിടെ ഇരുളിൻ്റെ മറവിൽ വധിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നേതാവാര്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ബോട്ട് യാത്രയ്ക്കിടെ മരിച്ചുപോയത് ആരാണ്? നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അപ്പോൾ ഏത് സംഘടനയിലാണ് വേദബന്ധു പ്രവർത്തിച്ചത്? ആര്യസമാജത്തിൽ. ബോട്ട് യാത്രയ്ക്കിടെ ഇരുളിൻ്റെ മറവിൽ വധിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നേതാവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്ത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ്യ പാർട്ടി എന്നും അറിയപ്പെട്ടിരുന്ന പ്രസ്ഥാനം ഏത്? കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ്യ പാർട്ടി എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമാണ് സ്വരാജ്യ പാർട്ടി. സൈമൺ കമ്മീഷൻ്റെ പല ശുപാർശകളും നടപ്പിലാക്കപ്പെട്ടത് ഏത് ബ്രിട്ടീഷ് നിയമത്തിലൂടെയാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിലൂടെയാണ്. അപ്പോൾ കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ്യ പാർട്ടി എന്നും അറിയപ്പെട്ട പ്രസ്ഥാനമാണ് സ്വരാജ്യ പാർട്ടി. സൈമൺ കമ്മീഷൻ്റെ പല ശുപാർശകളും നടപ്പിലാക്കപ്പെട്ടത് ഏത് ബ്രിട്ടീഷ് നിയമത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ ഏത് ബ്രിട്ടീഷ് നിയമത്തിലൂടെയാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനത്തിന് വേദിയായിട്ടുള്ള നഗരമാണ് ലാഹോർ. ഗാന്ധിജി സിവിൽ അജ്ഞാന ലംഘനം പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ വൈസ്രോയി ആയിരുന്നത് ഇർവിൻ പ്രഭു. ആകെ എത്ര വട്ടമേശ സമ്മേളനങ്ങളാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ലണ്ടനിൽ നടന്നത്? 3 ഉണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിജി സിവിൽ അജ്ഞാന ലംഘന പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ വൈസ്രോയി ആയിരുന്നത് ഇർവിൻ പ്രഭു ആയിരുന്നു. ആകെ എത്ര വട്ടമേശ സമ്മേളനങ്ങളാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ലണ്ടനിൽ നടന്നത്? 3. ഇന്ത്യയുടെ ഭരണനിർവഹണത്തിനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ബൃഹത്തായ നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട്
ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. എൻ ജി രംഗയാണ്. എൻ ജി രംഗ. അപ്പം ഇന്ത്യയുടെ ഭരണനിർവഹണത്തിനായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും ബൃഹത്തായ നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് എ ജി രംഗ. മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. അപ്പോൾ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് എൻ ജി രംഗ. മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് മുഹമ്മദ് ഇക്ബാലായിരുന്നു. സർക്കാരിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്നും ഒരു യുദ്ധ ഉപദേശക സമിതിയെ സൃഷ്ടിക്കുമെന്നും യുദ്ധാനന്തരം സ്വന്തം ഭരണഘടന ഉണ്ടാക്കാനുള്ള അവകാശം ഇന്ത്യക്കാർക്ക് നൽകുമെന്നും വാഗ്ദാനം ചെയ്ത് ഓഗസ്റ്റ് ഓവർ മുന്നോട്ട് വെച്ച വൈസ്രോയി ആര്? വേവൽ പ്രഭുവാണ്. വേവൽ പ്രഭു അല്ല, ഓഗസ്റ്റ് ഓവർ മുന്നോട്ട് വെച്ചത് ആരാണ്? ലിൻലിത്ഗോ പ്രഭുവാണ്. അപ്പോൾ സർക്കാരിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുമെന്നും ഒരു യുദ്ധ ഉപദേശക സമിതിയെ സൃഷ്ടിക്കുമെന്നും യുദ്ധാനന്തരം സ്വന്തം ഭരണഘടന ഉണ്ടാക്കാനുള്ള അവകാശം ഇന്ത്യക്കാർക്ക് നൽകുമെന്നും വാഗ്ദാനം ചെയ്തത് ആരാണ്? നമ്മുടെ ലിൻലിത്ഗോ പ്രഭുവായിരുന്നു. ഇനി ഏത് സമരത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് മുംബൈയിലെ ഗോവാലിയ ടാങ്കിന് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന് പേര് കൊടുത്തത്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇനി നെപ്പോളിയൻ പരാജയപ്പെട്ട ലെപ്സീഗ് യുദ്ധം നടന്ന വർഷം 1713. അപ്പോൾ ഏത് സമരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മുംബൈയിലെ ഗോവാലിയ ടാങ്കിന് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന് പേര് കൊടുത്തത്? ക്വിറ്റ് ഇന്ത്യ സമരം. നെപ്പോളിയൻ പരാജയപ്പെട്ട ലെപ്സീഗ് യുദ്ധം നടന്ന വർഷമാണ് 1713. ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവം. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. എല്ലാ ശക്തിയും സോവിയറ്റുകൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ലെനിനാണ്. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. എല്ലാ ശക്തിയും സോവിയറ്റുകൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ലെനിൻ. ബോക്സർ ലഹള നടന്ന രാജ്യം ചൈനയാണ്. എല്ലാ ശക്തിയും സോവിയറ്റുകൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ലെനിനാണ്. ബോക്സർ ലഹള നടന്നത് ചൈനയിലാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത് 1949 ഒക്ടോബർ 1. മോട്ടോർ സൈക്കിളിലെ സാഹസിക യാത്രകളിൽ ചെഗുവേരയോടൊപ്പം യാത്ര ചെയ്തത് ആൽബർട്ടോ ഗ്രാനഡോ. യുദ്ധവിരുദ്ധ സിനിമയായ പാത്സ് ഓഫ് ഗ്ലോറി സംവിധാനം ചെയ്തത് ആര്? യുദ്ധവിരുദ്ധ സിനിമയായിട്ടുള്ള പാത്സ് ഓഫ് ഗ്ലോറി സംവിധാനം ചെയ്തത് സ്റ്റാൻലി കുബ്രിക്കാണ്. അപ്പം മോട്ടോർ സൈക്കിളിലെ സാഹസിക യാത്രകളിൽ ചെഗുവേരയോടൊപ്പം യാത്ര ചെയ്തത് ആരായിരുന്നു? ആൽബർട്ടോ ഗ്രാനഡോ. യുദ്ധവിരുദ്ധ സിനിമയായിട്ടുള്ള പാത്സ് ഓഫ് ഗ്ലോറി സംവിധാനം ചെയ്തത് ആരായിരുന്നു? സ്റ്റാൻലി കുബ്രിക്ക്. ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ജർമ്മനി കീഴടങ്ങിയത് എന്നാണ്? 1918 നവംബർ 11. അപ്പോൾ യുദ്ധവിരുദ്ധ സിനിമയായിട്ടുള്ള പാത്സ് ഓഫ് ഗ്ലോറി സംവിധാനം ചെയ്തത് സ്റ്റാൻലി കുബ്രിക്കാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനം കുറിച്ചുകൊണ്ട് ജർമ്മനി കീഴടങ്ങിയത് 18 നവംബർ 11. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപവത്കരണത്തിന് കാരണമായ 14 സന്ദേശങ്ങൾ അവതരിപ്പിച്ചത് ആരാണ്? വുഡ്രോ വിൽസൺ അല്ലേ? വുഡ്രോ വിൽസൺ. ആമസോൺ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടാണ് കോങ്കോ. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള സിദ്ധാന്തമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം. അപ്പോൾ ആമസോൺ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഏത് നദിക്കകത്താണ്? കോങ്കോ. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള സിദ്ധാന്തമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം. സൗരയൂഥത്തിലെ കുള്ളൻ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഈറിസാണ്. ഈറിസ്. ഇപ്പോൾ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള സിദ്ധാന്തമാണ് എന്തോന്ന്? മഹാവിസ്ഫോടന സിദ്ധാന്തം. സൗരയൂഥത്തിലെ കുള്ളൻ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഈറിസ്. വായുവിൻ്റെ സാന്ദ്രത ഭൂമധ്യരേഖാ പ്രദേശത്ത് എപ്രകാരമായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ സൗരയൂഥത്തിലെ കുള്ളൻ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ഈറിസാണ്. ഈറിസ്. വായുവിൻ്റെ സാന്ദ്രത ഭൂമധ്യരേഖാ പ്രദേശത്ത് എപ്രകാരമായിരിക്കും? കുറവായിരിക്കും. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം വികിരണമാണ്. വികിരണം. അപ്പോൾ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയെക്കാട്ടിലും തണുത്തിരിക്കാൻ കാരണം വികിരണമാണ്. ഉയർന്ന പീഠഭൂമികളിൽ നിന്നും മഞ്ഞു പടലങ്ങളിൽ നിന്നും താഴ്വരകളിലേക്ക് വീശുന്ന തണുത്ത കാറ്റാണ് കാറ്റാബാറ്റിക് കാറ്റുകൾ. ഉയർന്ന പീഠഭൂമികളിൽ നിന്നും മഞ്ഞു പടലങ്ങളിൽ നിന്നും താഴ്വരയിലേക്ക് വീശുന്ന കാറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? കാറ്റാബാറ്റിക് കാറ്റുകൾ എന്ന് പറയുന്നത്. താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ. ബെർമുഡ ദ്വീപ് ഏത് സമുദ്രത്തിലാണ്?
അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അപ്പോൾ താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ബെർമുഡ ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയ്ക്കുള്ള കടലിടുക്ക്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയ്ക്കുള്ള കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. അപ്പോൾ ബെർമുഡ ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയ്ക്കുള്ള കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും. രാംഗഡ് വിഷ്തരി ടൈഗർ സാങ്ച്വറി എവിടെ സ്ഥിതി ചെയ്യുന്നു? രാംഗഡ് രാജസ്ഥാൻ. രാംഗഡ് രാജസ്ഥാനിലാണ്. അപ്പോൾ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലുള്ള കടലിടുക്കിൻ്റെ പേരെന്തോന്നാണ്? ബെറിങ് കടലിടുക്ക്. ബെർമുഡ ദ്വീപ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. രാംഗഡ് വിഷധരി ടൈഗർ സാങ്ച്വറി രാജസ്ഥാനിൽ. ഏതൊക്കെ രാജ്യങ്ങളിലാണ്? നമുക്ക് അടുത്ത പേജിലാണ്, അതിൽ വായിക്കാം. അടുത്ത കരളിനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയായ കരൾ പിത്തരസം എന്ന ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്നു. പിത്തരസത്തിൽ എൻസൈമുകളില്ല. ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും കൊഴുപ്പിനെ ചെറു കണികകളാക്കുകയും ചെയ്യുന്നു. പിത്തരസം പിത്താശയത്തിൽ സംഭരിക്കുന്നു. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. പിത്തരസം എന്ന ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. പിത്തരസത്തിൽ എൻസൈമുകളില്ല. ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും കൊഴുപ്പിനെ ചെറു കണികകളാക്കുകയും ചെയ്യുന്നു. പിത്തരസം പിത്താശയത്തിൽ സംഭരിക്കുന്നു. അടുത്ത പക്വാശയം. പിത്തരസവും ആഗ്നേയരസവും ആഹാരത്തിൽ ചേരുന്ന കുടലിൻ്റെ ആരംഭഭാഗമാണ് പക്വാശയം. പിത്തരസവും ആഗ്നേയരസവും ആഹാരത്തിൽ ചേരുന്ന ചെറുകുടലിൻ്റെ ആരംഭഭാഗമാണ് പക്വാശയം. അടുത്ത ചെറുകുടൽ. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഹാരം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. ഉൾമടക്കുകളും ധാരാളം സൂക്ഷ്മവില്ലസുകളും പോഷകാഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. ലഘുപോഷകങ്ങൾ, ജലം, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണവും നടക്കുന്നു. അമിനോ ആസിഡുകൾ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവ രക്തത്തിലേക്കും ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലിംഫിലേക്കുമാണ് വില്ലസുകളിലൂടെ ആഗിരണം ചെയ്യപ്പെടുന്നത്. അടുത്ത ദഹനവിധേയമാകാത്ത ആഹാരപദാർത്ഥങ്ങൾ ഇവിടെ എത്തുന്നു. അവശേഷിക്കുന്ന ജലം, ലവണങ്ങൾ, വിറ്റാമിൻ കെ ഇവിടെയൊക്കെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നത് വൻകുടലാണ്. ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നത് ആരാണ്? വൻകുടലാണ്. അടുത്തത് ആമാശയത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയരസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. pH ക്രമീകരിക്കുന്നു. ഇതിലെ എൻസൈമുകളായ പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിൻ്റെ ദഹനത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. ഇനി പെരിസ്റ്റാൾസിസ്. ആഹാരം കടന്നുപോകുമ്പോൾ അന്നനാളം, ആമാശയം, കുടലുകൾ എന്നിവയ്ക്കുണ്ടാകുന്ന തരംഗചലനമാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഇനി ആഗ്നേയ ഗ്രന്ഥിയെക്കുറിച്ച് പറഞ്ഞു. ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നു. പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ഇതിലെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു. അപ്പോൾ ആഗ്നേയഗ്രന്ഥി ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നു. പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നതിലെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ പ്രോട്ടീനിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു. ഓക്കെ, അപ്പോൾ ആ പേജ് അത്രയേ ഉള്ളൂ.